സത്യം പറഞ്ഞ ഞാൻ ഇന്നും ചിന്തിച്ചു. ഇപ്പോഴും ചിന്തിച്ചു. എന്ത്? അത് എന്താ പ്രതാപേട്ട, പറയൂ. അല്ല, ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതെന്താ മിസ്റ്റർ, അങ്ങക്ക് ലോട്ടറി അടിച്ചോ? എനിക്കടിച്ച ബമ്പർ ലോട്ടറി അല്ലേ ഈ നിൽക്കുന്നത്. പൊട്ടന് ലോട്ടറി അടിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രതാപേട്ട, എന്തിനെങ്ങനെ സ്വയം താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത്? പ്രതാപേട്ടന് യാതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമില്ല. യു ആർ ഹാൻസം, ജെന്റിൽ ആൻഡ് വൈസ്. എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത് സാരമില്ല. റാണി? അതെ, റാണി തന്നെ. ഹലോ, എന്താ വിളിച്ചേ? ഞാനും ദിവ്യയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ റാണിയുടെ കാര്യം പറയണമെന്ന് ഓർത്തപ്പോഴാ റാണി വിളിച്ചതും. അതാണ് ഈ ടെലിപതി. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരുടെ ഫോൺ വരുന്നു. അല്ല, പണ്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ നമ്മൾ മുമ്പോട്ട് ഇറങ്ങുമോ? എന്റെ പ്രതാപേ, ഭാര്യയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെട്ടിവിറച്ച് സംസാരിക്കണ്ട. ഫോൺ വെച്ചോ. എന്നിട്ട് അവളെ പോയി കെട്ടിപ്പിടിച്ച് കിടക്ക. നമ്മള് പിന്നെ കാമുകയാണല്ലോ, രഹസ്യക്കാരി. ഞാൻ വില്ല നോക്കാൻ പോയി കേട്ടോ. അതിന്റെ പൈസ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ചെയ്യില്ല. എന്തെങ്കിലും ഒരു ആസ്തിയെങ്കിലും എനിക്കുണ്ടാവട്ടെ. പറയാനും പിടിച്ചു നിൽക്കാനും എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതെ അതെ അതെ. അപ്പോ നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോട്ടെ. ഞാൻ വിളിക്കാം. ഓക്കെ 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 ഓക്കെ. വച്ചു വെച്ചോ. അവളുടെ മുഖം ചുമപ്പിക്കണ്ട. ആരാ പ്രതാപേട്ട? റാണി. അത് മനസ്സിലായി. അതാരാന്ന്? അതെ, പണ്ടേ ഉള്ളൊരു സൗഹൃദമാ. സൗഹൃദം എന്ന് പറയുമ്പോ നീ തെറ്റിദ്ധരിക്കണ്ട. ആണും പെണ്ണും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി എനിക്ക് അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങള MBA കാരി, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാ. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലാ പഠിച്ചത്. നമ്മുടെ കമ്പനി തുടങ്ങുമ്പോ റാണിയെ നമുക്ക് ജനറൽ മാനേജറാക്കാം, HR-ലും അക്കൗണ്ട്സിലും ഒക്കെ. അത് വേണം. അത് വേണം. എനിക്ക് നിനക്കൂടെ തനിയെ കൊണ്ടുപോകാൻ പറ്റുമോ കമ്പനി? എടി, സ്റ്റാഫുകൾ വേണ്ടേ? അത് വേണം. ഒരു 100 സ്റ്റാഫ് എന്റെ അണ്ടറിൽ വേണം. അവരെ അങ്ങോട്ടും ഭരിക്കണം. ഇത്രയും നാളും എന്നെ അല്ലേടി എല്ലാരും ഭരിച്ചത്. ഇനി ഞാനങ്ങോട്ട് ഭരിക്കട്ടെ. ഈ ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറ്റണം.
കോട്ടും സൂട്ടും ഇട്ട് വെലസി അങ്ങ് നടക്കണം. ആഹാ, അടിപൊളി. നീയും. നീയാണല്ലോ കമ്പനിയുടെ മുതലാളി. ഞാൻ വെറും നോട്ടക്കാരൻ മാത്രം. അങ്ങനെയൊന്നുമില്ല. പ്രതാപേട്ടന്റെ അല്ലേ എല്ലാം? നമ്മുടെ രണ്ടുപേരുടെയും പേര് മതി കമ്പനിയൊക്കെ. പിന്നെ റാണിയുടെ കാര്യം നമുക്കറിയാവുന്ന ഒരാളെ മാനേജറാക്കി വെക്കാം. കാരണം പൈസ വരുന്നതും പോകുന്നതും നമുക്കറിയണമല്ലോ. മാത്രമല്ല റാണിക്ക് ഒരുപാട് വിദേശ കണക്ഷൻസ് ഉണ്ട്. വിദേശത്തു നിന്നുള്ള ഫണ്ടേഴ്സ്, ഇത്തരം തലവേനയൊക്കെ അവളങ്ങ് നോക്കിക്കോളും. പ്രതാപേട്ടന് വിശ്വാസമാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രതാപേട്ട? ഒന്നും കാണാതെ ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ മോളെ. വ്യവസായികൾ നഷ്ടത്തിൽ, വൻകിട കമ്പനികൾ അടച്ചുപൂട്ടുന്നു. എല്ലാം അടച്ചുപൂട്ടുന്നു. ചിലരിവിടെ തുറക്കാൻ നിൽക്കും. തുക ഉടായ്പകൾക്ക് എന്തു ആവാലോ. നീ എന്നെ ഉദ്ദേശിച്ചാണോടാ എന്തെങ്കിലും പറഞ്ഞത്? ചേടാ, മനുഷ്യനിവിടെ പത്രം വായിക്കാൻ പോലും പാടില്ലേ? ഇത് നോക്കിയേ, ഓഹരി വിപണി കുത്തനെ താഴോട്ട്, കാള കൊമ്പൊടിഞ്ഞ് മൂക്കുകുത്തി മണ്ണി കിടക്കുന്നു. എടാ, കാള വീണാലും പോത്ത് വീണാലും പ്രതാപൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അതിനിവിടെ കിടന്നാരും പിറുപിറുത്തിട്ട് ഒരു കാര്യമില്ല. എടാ, കാളയെ പിടിച്ചു കെട്ടാനൊക്കെ എനിക്കറിയാം. കാളയെ പിടിച്ചു കേട്ടാ നീ ആരടാ, പൽവാൽ ദേവനോ? ഒന്ന് പോടാ അവിടുന്ന്. എടാ, പോടാ. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നന്നാവൂല. പ്രതാപ, നിന്റെ അമ്മ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യം? നിനക്കേതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നോ എന്തോ ഇടപാടുകളുണ്ടെന്നോ അവളെ മാനേജരാക്കാൻ പോകുന്നു നീ ദിവ്യോട് പറഞ്ഞുന്ന്. അതിനെന്താ? സ്ത്രീ പുരുഷ സമത്വം വേണമെന്നൊക്കെ അല്ലേ കോടതി പോയി വാദിക്കുന്നത്? നവോത്ഥാനത്തിന്റെ വിധി കൽപ്പിച്ച ആളല്ലേ, പിന്നെന്താ? കമ്പനിയിൽ പിന്നെ ആണുങ്ങളെയും ബംഗാളികളെയും മാത്രം വെച്ച് പണിയെടുപ്പിക്കാൻ പറ്റുമോ? പ്രതാപ, ഇപ്പൊ നീ പഴയതുപോലല്ല. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, നോവിച്ചിട്ടുണ്ട്, ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കതിരിന്മേൽ കൊണ്ടുപോയി വളം വെക്കുമെന്ന് പറയുന്ന ഇതാ. അതുപോലെ നിങ്ങൾ ഈ അവസാന നിമിഷം ഇത് ഏറ്റു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഏറ്റുപറച്ചിലൊന്നുമല്ല. ഏതച്ഛനമ്മോ ആരും മക്കൾ നല്ലവരായിട്ട് വളരണമെന്ന് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. അവരതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പലതരത്തിലായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ മകൻ ഉണ്ടാക്കി വെച്ചത് ഒരു പ്രതിക്കൂട. അതിനകത്ത് നിർത്തി അവനെ വിചാരണ ചെയ്തു, വിധിച്ചു, ശിക്ഷിച്ചു. എന്നിട്ട് എന്ത് പറ്റി? എന്റെ 10-30 കൊല്ലം പോയി തീർന്നു.
നിങ്ങൾ പറയുമല്ലോ ഗുരുവായൂർ കൊണ്ടുപോയി ചോറൂണ് നടത്തി തുലാഭാരം നടത്തി എന്നൊക്കെ. എന്ത് കാര്യത്തിന്? അന്നൊന്നും എനിക്ക് ബോധം ഉദിച്ചിട്ടില്ല. ആരെ കണ്ടാലും കളിപ്പാട്ടം ചോദിക്കുന്ന പ്രായം. എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ച സമയത്തെ നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന ആളായത്? 10 പൈസ പോലും നിങ്ങൾ എനിക്ക് തരാത്തോണ്ട് അല്ലേ? ഇല്ലാഞ്ഞിട്ടല്ലോ. അങ്ങനെ നിങ്ങൾ എന്നെ കള്ളനാക്കി. പിന്നെ തലയ്ക്ക് തീ പിടിക്കുമ്പോ ഞാൻ ആ തീപ്പൊരി അണയ്ക്കാൻ വേണ്ടി ലഹരി തേടി പോയതേ എന്തുകൊണ്ടാ? വിശ്വാസം മാത്രമല്ല, എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ, അതാണായാലും പെണ്ണായാലും. അത് അപകടമാവും. എടാ, ദിവ്യപ്രഭ നല്ലൊരു കുട്ടിയാ. നിനക്കൊരു നല്ല കുടുംബജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. അത് വിട്ടുകളയരുത്. നാളെ നീ ഈ പറയുന്ന പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കഴുത്തിയടിച്ചു കൊന്നിട്ട് ആ കേസും കൂടെ വിധിക്കാൻ എനിക്ക് വയ്യടാ. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് ഞാൻ നിനക്ക് സൗജന്യമായി നൽകുന്ന അവസാനത്തെ ഉപദേശമാ. പറഞ്ഞത് കേട്ടല്ലോ. ദിവ്യപ്രഭയുടെ കാര്യത്തിൽ അവളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവളുടെ സ്വസ്ഥത കെടുത്തുന്ന എന്തെങ്കിലും, അത് തീയോ വെള്ളമോ ആയിക്കോട്ടെ, ഈ വീട്ടിലേക്ക് ഇഴഞ്ഞു കയറി വന്നാൽ ആദ്യം വെട്ടുന്നത് ഈ ഞാനായിരിക്കും. അറിയാമല്ലോ എന്നെ. വയ്ക്കാം. ഓടാ. അങ്ങനെ നമ്മള് മുകുന്ദപുരത്തെത്തി. ഇനി ഒരു 10 മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ. നേരെ എന്റെ സംഗീതയുടെ അമ്മയുടെ മുന്നിലേക്ക്, സുഭദ്രാമ്മയുടെ കണ്ണുകൾക്ക് മുമ്പിൽ. നന്ദേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. അവിടുന്ന് കാറിൽ കയറി ഇവിടെ എത്തുന്ന വരെ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പേടിയാവുന്നു, അമ്മ എന്ത് പറയും, ഇങ്ങോട്ട് വരണമായിരുന്നു എന്നൊക്കെ തന്നെയല്ലേ. എടോ, ഇതൊക്കെ കാലത്തിന്റെ നിയോഗങ്ങളാണ്. ഏതോ രാവിൻ വാതിൽ ചാരി പോകുന്നു മെല്ലെ കാലം. നന്ദേട്ടാ, എന്താടോ? തേടും കാറ്റിന്റെ കയ്യിൽ വരണ്ടായിരുന്നു തോന്നുന്നു. മെല്ലെ എന്റെ നെഞ്ചിപ്പോ പൊട്ടിപ്പോവും. എന്തിന്? നിന്റെ വീട്ടുമുറ്റത്തല്ലേ നീ ഇരിക്കുന്നത്? നിന്റെ അമ്മയെ കാണാനല്ലേ നീ വന്നത്? ആരാ? എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഇവിടുത്തെ. ഓ, ഭദ്രാമ്മ കാണാൻ വന്നാണോ? അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ, എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാ ഞാൻ വന്നത്.
എന്താടോ? ഇല്ല നന്ദേട്ടാ, ഞാൻ വരില്ല. അങ്ങനെ തോറ്റു പോകാൻ എനിക്കാവില്ല. എന്റെ തെറ്റാ ഞാൻ ചെയ്ത്. നന്ദേട്ടനെ ഇഷ്ടപ്പെട്ടതോ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചതോ, ഒരു പെണ്ണിന് അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഇത്രയും വർഷം ഞാൻ എന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട്. ഓരോ രാത്രിയും അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കാനാവാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് അമ്മയ്ക്കും അറിയാം. എന്നോടുള്ള ദേഷ്യമാണ്, അല്ലാതെ തന്നോടുള്ള വെറുപ്പല്ല. അമ്മയെ കണ്ട് എന്താ ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചിട്ടേ ഞാൻ വരൂ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇവരെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കാൻ പറ. ശരി മാഡം. അവരെ പിടിച്ച് പുറത്താക്കി കേട്ടോ. വേണ്ട. ഒത്തിരി സങ്കടമായില്ലേ തനിക്ക്? അതും ഈ സമയത്ത്. ഇല്ല ഇല്ല നന്ദേട്ട, അമ്മ സ്വീകരിക്കും, ഒപ്പം വരുമെന്നൊക്കെ നന്ദേട്ടൻ പറഞ്ഞപ്പോഴും ഇതിങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. കായലിൽ വീണോ? എന്താണ് ശരിക്കും സംഭവിച്ച? ഏതോ ഒരു ബോട്ട് വന്ന് ഇടിച്ചെന്നാ പറഞ്ഞത്. കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അച്ഛാ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം.
ഞാൻ അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് പോവാ. നീ വരുന്നുണ്ടോ? അവളെന്തിനാ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ഇത്രയും യാത്ര ചെയ്യുന്നേ? നീയും പോണ്ട കാര്യം എന്താ? കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? അവൻ പോണോ പോണ്ടെന്ന് അവൻ തീരുമാനിച്ചോളും. ലക്ഷ്മി, നീ നിന്റെ കാര്യം നോക്ക്. ഞാനോട് വേണ്ടളിയാ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഇങ്ങോട്ട് വന്നേ. ഒരു ക്ഷേമ അന്വേഷിക്കാൻ നടക്കുന്നു. നിങ്ങളാരും ഡിങ്കര്. മോളെ, കേട്ടില്ലേ നീ? മോളുടെ അമ്മ കായലിൽ വീണെന്നു. ഒന്ന് രണ്ട് കവിള് വെള്ളം കുടിച്ച് കാണും. മറ്റൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം. ഇതിൽ നിന്നൊരു കാര്യം മോൾക്ക് മനസ്സിലായോ? എന്താ? അന്ന് ഓല നോക്കിയ ജോത്സ്യൻ പറഞ്ഞതേ, നിന്റെ അമ്മക്കുട്ടിയുടെ വയറ്റിൽ വളരുന്ന ആ ജന്മം പല ജീവനുകളും എടുക്കാൻ വരുന്നതാണെന്ന്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, മോളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ മാത്രമല്ല അതിന്റെ ഉന്നം, പിന്നെ നിന്റെ അമ്മക്കുട്ടിയുടെ ജീവനും കൂടിയാ. അതിന്റെ തല സൂര്യവെളിച്ചം കണ്ട എന്നേക്കുമായി അടയാൻ പോകുന്നത് 4 കണ്ണുകളായിരിക്കും. ഒന്ന്, മോളുടെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന്റെ. രണ്ട്, മോളുടെ അമ്മക്കുട്ടിയുടെ. അയ്യോ, മോള് പേടിച്ചോ? അമ്മ പറഞ്ഞത് കേട്ടപ്പോഴല്ലേ നീ പേടിച്ചത്? അമ്മയുടെ മനസ്സിൽ പക്ഷെ അന്നു മുതൽ നീറുന്ന വേദനയാ മോളെ. ആ കുട്ടി പിറക്കരുത്. അതിനുവേണ്ടി എന്തും ചെയ്യണം. ഓരോരോ നിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? അടുത്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി വിളിക്കാം, ആ ജോത്സനെ. എന്താണ് പരിഹാരം? അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നീലിമ മോള എപ്പോഴും എന്റെ മനസ്സിലെ മരുമോള്. അല്ല, അമ്മയുടെ ആങ്ങളയുടെ മോള് ദിവ്യപ്രഭയ്ക്ക് വേണ്ടി വിപിൻ ഡോക്ടറെ ആലോചിച്ചു വെച്ചിരുന്നതല്ലേ? അതോ? ഓ, അതൊക്കെ കുട്ടിക്കാലത്ത് മണ്ണ് വാരി കളിച്ചപ്പോ ഉണ്ടാക്കി വെച്ച ബന്ധങ്ങളല്ലേ. മോള എന്തുകൊണ്ടും അവന് ചേരുന്നത്. ഒറ്റപുത്രിയല്ലേ ഡോക്ടർ. ഒരു ഡോക്ടർക്ക് എപ്പോഴും ഡോക്ടർ തന്നെയാ നല്ലത് അല്ലേ? ഇത് തന്നെയാ വീട്ടിൽ യമുനയും പറയുന്നത്. മരുന്ന് മാറി മോള് കൊടുത്തയച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ആ പാവൻ നഴ്സിന്റെ കരണത്ത് ഒരു പടക്കം പൊട്ടി, അത്രമാത്രം. അതല്ലാതെ മറ്റെന്തെങ്കിലും വഴികൾ ആലോചിക്കണം. പിന്നെ അനുവിന് കാവലായി ഒരു ഡോക്ടർ ഉള്ളിടത്തോളം കാലം പരമ്പരാഗത രീതിയിലുള്ള മരുന്ന് വെച്ചുള്ള ക്ലീശ കളികളൊന്നും നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും മോളെ? അവരെ തമ്മിൽ തെറ്റിക്കണം.
വീട്ടിനകത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ അമ്മയ്ക്കേ പറ്റൂ. പിന്നെ എന്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സമയമാവുമ്പോ ഞാനത് അമ്മയ്ക്ക് തരാം. അത് കാണുമ്പോ മിക്കവാറും വിപിൻ ഡോക്ടറുടെ മനസ്സൊന്ന് ഇളകും. എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും അനു തന്നോടൊരു കാര്യം മറച്ചു വെച്ചു എന്നറിയുന്ന നിമിഷം മുതല് വിപിൻ ഡോക്ടറുടെ മനസ്സ് ഒരു കരിയില പോലെ ഒന്ന് ഇളകും. ഒരു ചെറിയ വിള്ളൽ വീഴും. ആ വിള്ളല് ഒന്ന് വലുതാക്കി കൊടുക്കുക. അതവർക്കിടയിൽ ഒരിക്കലും ഉരുകിച്ചേരാത്ത വിടവാക്കി മാറ്റുക. അത്രയും മാത്രം ചെയ്താൽ മതി. മോളെ ഒരുപാട് സമ്പത്തുള്ള തറവാട്ടിലെ അല്ലേ? ആ, ഒരുപാടുണ്ട്. ഏക്കർ കണക്കിന് തോട്ടവും പാടങ്ങളും. പിന്നെ അമ്മയുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളും. ഞാൻ ഒറ്റ മോളല്ലേ. ഓ എന്ന് പറഞ്ഞ 2 തറവാട്ടിലെയും ഒരേ ഒരു പേരക്കുട്ടി. പിന്നെ എല്ലാം എന്റെ പേരിലാ എഴുതി വെച്ചിരിക്കുന്നത്. ആണോ? ആ, സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നൊക്കെയാ പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ഇടയിലാ ജീവിതത്തിന്റെ ഓരോരോ തകിടം മറിച്ചിലുകള്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അമ്മയുണ്ട് കൂടെ. ഈ അമ്മയൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിലേ അത് പാലിച്ചിരിക്കും. ഈ സ്വത്തുക്കളൊക്കെ നോക്കിയും കണ്ട് നടത്താനേ മോളും വിപിനും കൂടെ ചേർന്നാലേ പറ്റൂ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ. ശരി. എന്തായി മോനെ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഒരു ദിവസത്തെ ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ ചത്തില്ല അല്ലേടാ? അമ്മ എന്തൊരു മനസാക്ഷി ഇല്ലാത്ത ചോദ്യാ ചോദിക്കുന്നേ. ഒരാൾക്കൊരു അപകടം പറ്റിയാ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? അല്ലടാ, ചത്തില്ലേന്ന് ചോദിച്ചത് അമ്മയുടെ കൺസേൺ കൊണ്ടല്ലേ? അയ്യോ, ഭയങ്കര കൺസേൺ. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കായിരുന്നു. ഇപ്പൊ വിശേഷം ചോദിച്ച ഞാൻ വില്ലത്തിയായി. കഥയിലെ വില്ലത്തി ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അമ്മ അഭിനയിക്കുമ്പോ അത് മറ്റുള്ളവർക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ. അതാണല്ലേ അമ്മ സ്നേഹം വാരി കോരി കൊടുക്കും. അനുകുട്ടിയെ ഒക്കത്തൊക്കെ എടുത്തോണ്ട് കിടക്കും. നമ്മളതൊക്കെ സാധാരണ നമ്മൾ ആശുപത്രിയിലോട്ട് വരുമ്പോഴേ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരലാണ് പതിവ്. ഇതിപ്പോ നന്ദൻ സാറ് കൊണ്ടുപോകാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കതെല്ലാം വീട്ടിൽ കൊണ്ടുപോകാലോ. ഓ, നീ വീട്ടിൽ കൊണ്ടുപോവേ മുഴുവൻ ഇപ്പൊ തന്നെ തിന്ന് തീർക്കേ ചെയ്യും. നല്ല ഓറഞ്ചാ. എന്റെ പൊന്നോ. സിസ്റ്റർ, അല്ല, ഇതാരാ? അനുമേട്? വിപിൻ ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ. വിപിൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ഓ, അമ്മ ഇവിടെ അഡ്മിറ്റ് ആണല്ലേ? സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ ഫസ്റ്റ് ഫ്ലോറിലാ, 110. താങ്ക്സ്. സിസ്റ്റർ. എന്താ മേഡം? ഒന്നുമില്ല, ഞാൻ പോയിക്കോളാം.
എങ്ങനെയെങ്കിലും അതൊന്ന് അകത്തെടുത്ത് വെക്ക് പങ്കജം. ഞാനൊന്ന് സമാധാനായിട്ട് കഴിക്കട്ടെ. സാവത്രി ചിറ്റിയും നമ്മുടെ ചീഫ് ഷെഫ് പങ്കജും ഇപ്പം ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. അയ്യോ, അവരെന്തിനാ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നത്? പാവങ്ങള് രണ്ടാളും വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. തനിക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞാ തനിക്ക് പ്രിയപ്പെട്ടവർ, തന്നോട് ഇഷ്ടമുള്ളവർ അവര് വരാതിരിക്കുവോ? പാവം വിവി, അവനും വല്ലാതെ വിഷമിച്ചു. നന്ദേട്ടാ, എന്റെ മോള്, എന്റെ ചക്കി, അവൾ അറിഞ്ഞു കാണില്ലേ നന്ദേട്ടാ? അവളുടെ അമ്മക്കുട്ടിക്കുണ്ടായ അപകടത്തെക്കുറിച്ച്. എന്നിട്ട് അവളൊന്ന് കാണാൻ വന്നില്ലല്ലോ. താനിപ്പോ ഒന്നും ആലോചിക്കണ്ട. വൈകിട്ടല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്കിപ്പൊ തന്നെ പോവാൻ നന്ദേട്ടാ, എനിക്കൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. തൽക്കാലം എന്റെ സംഗീത പെണ്ണ് കണ്ണടച്ച് ഒന്നുകൂടി ഒന്ന് വാങ്ങിക്കോ. നന്നായിട്ട് ക്ഷീണം മാറട്ടെ. ക്ഷീണമൊന്നുമില്ല നന്ദേട്ടാ, അമ്മയെ കണ്ടതിന്റെ സന്തോഷം മാത്ര. ദേ, സംസാരം പിന്നീട്, ആദ്യം ഉറക്കം. വാഴ്വിൽ കനലാളും പോലെ ഞാൻ MBA റാങ്ക് ഹോൾഡറാണ്. പിന്നെ കുറച്ച് കമ്പനികളിലും ഷെയർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസും ഉണ്ട്. വെരി ഗുഡ്. കനത്ത നഷ്ടം മൂലം സ്വകാര്യ കമ്പനികൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. എന്താ പത്മ ഇത്? വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അയ്യോ, ഞാനതങ്ങ് മറന്നു. അത് സാരിയില്ലമ്മേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. പ്രതാപ് നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നാ ഞാൻ എന്തായാലും കുടിക്കാൻ എടുത്തിട്ട് വരാം. റാണിയും അച്ഛനും കൂടി ബിസിനസ്സൊക്കെ സംസാരിച്ചിരിക്കും. ഞാൻ വരാന്ത വരെ പോയി കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാം. പ്രതാപ, വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, അത് ഓർത്തോണം. അച്ഛൻ പേടിക്കണ്ട, എന്റെ ഗസ്റ്റിന് മുമ്പിൽ മാനം പോകുന്നൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാം. കാറ്റുകൊള്ളാൻ പോകുന്നതല്ലേ, പോയി കാറ്റുകൊള്ള ചെല്ല്.
എടാ അങ്ങോട്ട് നോക്കടാ, കണ്ട് പഠിക്കടാ. ഞാൻ പഠിപ്പിച്ചോളാം. എനിക്കെന്തായാലും ആ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് പോലെ. അയ്യോ അമ്മേ, പതുക്കെ. ഹാളിലിരുന്നാലേ ഇവിടുന്ന് പറയുന്നത് കേക്കാം. നിന്നോട് ഇത്തിരി മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ വെറുതെ മണ്ടിയാവരുതെന്ന്. മാനേജറും മാനേജ്മെന്റും ഒക്കെ ഓഫീസിലല്ലേ, എന്തിനാ വീട്ടിലോട്ട് കയറി വരുന്നത്? എന്റെ അമ്മേ, അത് പ്രതാപേട്ടന്റെ ശുദ്ധഗതി കൊണ്ടാ. ആരാ എന്താന്നൊക്കെ എല്ലാവരുടെ മുന്നിലും പറയാൻ വേണ്ടിട്ടായിരിക്കും. അങ്ങനെ ആയാ നല്ലത്. അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയെന്നല്ല കൊച്ചെ പറഞ്ഞത്. തെറ്റായിട്ടൊന്നും സംഭവിക്കാതിരുന്നാ മതി. അതെനിക്ക് നിന്നോടുള്ള കരുതൽ കൊണ്ടാ. നീ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചാ മതി. എന്റെ അമ്മ ഇതന്നെയാ പറയുന്നു. അമ്മമാരുടെ നെഞ്ചില എപ്പോഴും മക്കളെ ഓർത്തോണ്ടുള്ള ആദി. റാണിമേനന്റെ വീട് എവിടെയാ? എറണാകുളത്തങ്ങൾ, പനങ്ങാട്. ഓ, അപ്പോ ബിസിനസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ തയ്യാറാക്കി കാണുമല്ലേ? തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്ന ജോലി ചെയ്യുക, അതാണല്ലോ എന്റെ കടമ. ഗുഡ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറ്റൊക്കെ കുറെ കൊണ്ടാ. മതിയാക്കടാ. എന്റെ മാനേജർ ആവാൻ പോകുന്ന പെണ്ണിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത് എന്തിനാന്നറിയോ? അറിയില്ല. അത് ഞാൻ എന്തിനാ അറിയുന്നത്? നിന്റെ വഴിവിട്ട ഇടപാടുകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണല്ലോ. അതെ, വഴിവിട്ട ഇടപാടുകൾ തന്നെ. ഓ, സമ്മതിച്ച്. പക്ഷേ ഒരു കുടുംബം കലക്കാനായിട്ട് നീ ഒരു നിരീക്ഷണ ക്യാമറയായിട്ട് എന്റെ പിന്നാലെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഒരു ചുവട് മുന്നോട്ട് കയറി കളിച്ചത്. നീ ഒരു ചുവട് മുമ്പോട്ട് കയറി കളിക്കുമ്പോ ഞാൻ 2 ചുവട് താഴോട്ടിറക്കി കളിക്കാം. മനസ്സിലായില്ലേ? പണി വരുന്നുണ്ടാവാറാച്ച. കാണാം. എനിക്കറിയാം, അവളെ പുറമെ കാണിക്കുന്ന പിണക്കത്തിന്റെ മുഖംമൂടിയൊക്കെ വലിച്ചെറിഞ്ഞ് വാവിട്ടൊരു കരച്ചിലുണ്ടല്ലോ. എന്റെ അമ്മക്കുട്ടി പോയെന്നും പറഞ്ഞു ഞാൻ മരിച്ചു പോയാലും അവള് കരയുന്നത് എനിക്ക് സഹിക്കില്ല നന്ദേട്ട. എനിക്ക് അനുവിനെ ഒന്ന് പോയി കാണാൻ കൊതിയാവുന്നുണ്ട്. നമുക്ക് കുതിരപ്പന്തിലേക്കൊന്ന് പോകാം. അവൾ എത്ര മുഖം വീർപ്പിച്ചാലും എത്ര ആട്ടി ഇറക്കി വിട്ടാലും ആരൊക്കെ കുത്തിത്തിരിച്ചാലും നമ്മളെ കാണുന്നതനുസരിച്ച് അവളുടെ മനസ്സലിഞ്ഞു തുടങ്ങും. അതെനിക്കറിയാം. നമുക്ക് പോവാടോ. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് വിപിൻ പറഞ്ഞ പോലെ ഒരമ്മ മകൾ പിണക്കം തീർന്നു. അതുപോലെ അനുക്കുട്ടിയും താനും തമ്മിലുള്ള പിണക്കവും മാറും. പുതിയ 2 കുഞ്ഞുങ്ങളാണ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നത്. ആ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കൈകോർത്ത് പിടിച്ച് നടക്കേണ്ടവരാണ് നമ്മൾ.
നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ബന്ധങ്ങളും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ സ്നേഹവും എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ പിറവിയുടെ തിരിച്ചു വരും. താനൊന്ന് എന്നെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. തനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാൻ അങ്ങനെയൊന്നും നന്ദേട്ടനെ വിട്ടു പോവില്ല. നന്ദേട്ടനെയും കൊണ്ടേ പോവൂ. അവൻ ഭാഗ്യമുള്ളവനാ. അതാ ഒന്നും സംഭവിക്കാതിരുന്നത്. അവനും ഒന്നും സംഭവിച്ചില്ല. അമ്മയും മോനും ഉരുക്കാണ് ഉരുക്ക്. പിന്നെ ഞങ്ങളെപ്പറ്റി എന്ത് കരുതി മിസ്റ്റർ നന്ദൻ? വിപിയ. ഹലോ വിപി. എന്താ മോനെ? ഞങ്ങളിതായിപ്പോ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ വിപിയെ വിളിച്ചിരുന്നു. അന്നേരം വിപിന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. അച്ഛാ, ഞാനിപ്പം വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത പറയാനാ. പക്ഷേ പറഞ്ഞാൽ എനിക്ക് എന്ത് സമ്മാനം അച്ഛൻ തരുമെന്ന് പറ. വിപിന് എന്ത് സമ്മാനം വേണമെങ്കിലും തരും. സന്തോഷ വാർത്തയല്ലേ പറയാൻ പോകുന്നത്? കേക്കട്ടെ. അതിരിക്കട്ടെ. അവിടെ അനുവിന്റെ അമ്മക്കുട്ടിക്ക് എങ്ങനെയുണ്ട്? സംഗീതം ഒക്കെയാണ്. അമ്മയെ കാണാൻ പറ്റി, അമ്മ സംസാരിച്ചു, അതെല്ലാം സന്തോഷം. ആ സന്തോഷം ഇരട്ടിയാക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതോടെ അനുവിന്റെ അമ്മക്കുട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ അതങ്ങ് പറക്കും. ബിബി പറയേ, എന്നെ ഇങ്ങനെ ആകാംക്ഷയുടെ അങ്ങേ അതിരിൽ കൊണ്ട് നിർത്താതെ. പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തായാലും സംഗതി സത്യം. നമ്മളെ എല്ലാവരെയും ഒരാൾ കടത്തി വിട്ടിരിക്കുന്നു വെച്ച. അമ്മക്കുട്ടിയെ കാണാൻ ആരും അറിയാതെ അനുക്കുട്ടി ആശുപത്രി വന്നിട്ട് പോയി, അതീവ രഹസ്യമായിട്ട്.